റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസാദായിട്ട് പറഞ്ഞ 1-2 കാര്യങ്ങൾ. നമ്മുടെ അടുത്ത 1-2 പഞ്ചായത്തുകൾ ഭരിക്കുന്ന, വളരെ നല്ല രീതിയിൽ ഭരിക്കുന്ന ചില ആളുകളുണ്ട്. അവര് നമ്മുടെ വില്ല മോഡലിലൊക്കെ വീട് പണിത് കൊടുത്തിട്ടുണ്ട്. ഞാനല്ല, ഞങ്ങളുടെ വൈസ് ചെയർപേഴ്സൺ ചോദിച്ചു അതിനെ കുറിച്ചൊക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ആളുകൾക്ക് അങ്ങനെ ബോധ്യപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജനങ്ങൾക്ക് ആവശ്യം വെളിച്ചം, റോഡ്, വെള്ളം, മാലിന്യം നീക്കം, ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഹാപ്പിയാണ്. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതൊക്കെയാണ് പ്രസാദായിട്ടോട് പ്രധാനമായിട്ടും പറഞ്ഞത്. അത് പലതും നഗരസഭയുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അത് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നായ്ക്കളെ സംബന്ധിച്ച് തന്നെ ഞാൻ ആദ്യം പറയാം. പ്രശ്നം ഇന്ന് കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിലും ഒരു പഞ്ചായത്തിലും ഒരു കോർപ്പറേഷനിലും നായ്ക്കൾക്ക് ഷെൽട്ടർ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഷെൽട്ടർ മുനിസിപ്പാലിറ്റി വയ്ക്കുമെന്ന് ഞങ്ങളുടെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ഒരു 50 സെന്റിൽ കൂടുതൽ നമുക്ക് സ്ഥലം ലഭിക്കാനില്ല. ലഭിക്കുന്ന സ്ഥലത്തിന് മിനിമം 10 ലക്ഷം രൂപ വില കൊടുക്കണം. ഇനി അഥവാ 50 സെന്റ് മേടിച്ച് നമ്മൾ ഷെൽട്ടർ വെച്ച് കഴിഞ്ഞാൽ അത് വെക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ 50 സെന്റ് സ്ഥലത്തിനുള്ളിൽ ചുറ്റുവട്ടത്തുള്ളവർ സമ്മതിക്കില്ല. അതൊരു ഭീകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ വളരെ വിഷമത്തോടെ പറയുകയാണ്, കാർത്തികപ്പള്ളി പഞ്ചായത്തിൽ വരെ സ്ഥലം കിട്ടുമെന്ന് ഞാൻ അന്വേഷിച്ചു ഇതിനു വേണ്ടിയിട്ട്. എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ കാർത്തികപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ പറഞ്ഞു, സ്ഥലം ഞങ്ങൾ മേടിക്കാം, അതിന്റെ വില ഞങ്ങൾ നൽകാം, ഷെൽട്ടർ ഞങ്ങൾ പണിയാം, നിങ്ങളുടെ പഞ്ചായത്തിലെ നായ്ക്കളെ ഇവിടെ സംരക്ഷിക്കാം, നിങ്ങളൊരു പൈസ പോലും ചെലവാക്കണ്ട. പക്ഷേ അവിടെയും സ്ഥലം ലഭ്യമല്ല. ഞാൻ സമീപ പഞ്ചായത്തുകളിലെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അത് ലഭിച്ചാൽ ഉടനടി നമ്മുടെ നായ്ക്കൾക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാവും. വേറൊരു വാർത്ത പറയാനുള്ള എന്താ വെച്ചാല്, ഈ കേരളത്തിലെ ABC പ്രോഗ്രാം നടത്തുന്ന ഏക മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ തൃപ്പൂണിത്തുറ. ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണായ സമയത്ത് ആദ്യം വെറ്റിനറി ഡോക്ടറെയാണ് വിളിച്ചത്. അന്നത്തെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, എത്ര നായ്ക്കളെ വരെ ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്? 64 നായ്ക്കളെയാണ് ഒരു മാസം ഇവിടെ ABC വന്ധ്യംകരിക്കുന്നത്. മാക്സിമം എത്ര ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ച സമയത്ത് അത് 72 വരെ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അവരുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, എങ്ങനെ 72 ആക്കണം? അത് 72 നായ്ക്കളെ വെച്ചിട്ടാണ് ചെയ്തു വന്നിരുന്നത്. ഇപ്പൊ കുറച്ച് ഷോർട്ടേജ്, ബുദ്ധിമുട്ടുകൾ അതിൽ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രോജക്റ്റ് ഫണ്ടായിരുന്നു അത്. ആ പ്രോജക്റ്റ് ഫണ്ട് കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ചു. ഇപ്പോ അത് നിലനിർത്തി കൊണ്ടുപോകുന്നത്, അത് എങ്ങനെയും നിലനിർത്തേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ആവശ്യമായതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഓൺ ഫണ്ടിൽ നിന്ന് പണം എടുത്തിട്ടാണ് അവിടുത്തെ ഡോക്ടർ ഒഴികെയുള്ള താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജില്ലയിലും വേറെ സ്ഥാപനം ഇങ്ങനെയില്ല. ഏതാണ്ട് 1.5 വർഷത്തിനുള്ളിൽ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ മുഴുവനും നായ്ക്കളെ വന്ധ്യംകരിക്കാനും തുടർന്ന് മറ്റ് പഞ്ചായത്തുകളിലെയും സ്ഥലങ്ങളിലെയും മുനിസിപ്പാലിറ്റിയിലേക്ക് ചെയ്യാനും സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടാമത് വെളിച്ചത്തിന്റെ കാര്യമാണ്. വെളിച്ചം നമുക്കറിയാം, നമ്മുടെ ട്യൂബ് ലൈറ്റുകളുടെ പ്രശ്നം, അതിനൊരു പരിഹാരം കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. ഒരു മിനിമം 6 മാസത്തിനുള്ളിൽ എല്ലാ ലൈറ്റുകളും 45 വാട്ട്സിന്റെ LED ലൈറ്റാക്കി മാറ്റും. അതോടുകൂടി നമ്മുടെ നിരന്തരം ഈ വെളിച്ചം നഷ്ടപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാവില്ല. പിന്നെ നിരന്തരമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിനെല്ലാത്തിനും എളുപ്പം പരിഹാരം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രശ്നങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ 5 വർഷം കൗൺസിലർ ആയിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പല പദ്ധതികളും നമുക്ക് ആവശ്യമുള്ളതല്ല നടപ്പാക്കുന്നത്. ഇനി അഥവാ നടപ്പാക്കിയാൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കൃത്യമായിട്ട്. ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 4 വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ ഈ വാട്ടർ കിയോസ്കുകളിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ എടുത്തിട്ടില്ല. റീസെന്റ് ആയിട്ട് അത് വീണ്ടും റിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള ഒരു പദ്ധതിയിലേക്ക് നീങ്ങുന്നുണ്ട്.
അങ്ങനെ നിരന്തരം ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ മുനിസിപ്പാലിറ്റി നേരിടുന്നുണ്ട്. നമുക്കറിയാം, തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് കലയ്ക്കും സംസ്കാരത്തിനും പൈതൃകത്തിനും എല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഈ പൈതൃകവും നിലനിർത്തിക്കൊണ്ട് മാത്രമേ തൃപ്പൂണിത്തുറയുടെ ഒരു വികസനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതിനെ നശിപ്പിച്ചുകൊണ്ട് സാധിക്കില്ല. അപ്പൊ ഇരുമ്പുപാലവും അതുപോലെ തന്നെ മണിമാളികയും എല്ലാം അതിന്റെ ഭാഗങ്ങളാണ്. അതൊക്കെ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഈ ഇവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ പൈതൃകം ഏത് തരത്തിൽ നിലനിർത്തണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. വെള്ളത്തിന്റെ സപ്ലൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ വാട്ടർ ലൈനുകളുടെ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടിയന്തരമായിട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കൗൺസിലർമാരും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 23 ദിവസത്തേക്ക് പമ്പിങ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു അറിയിപ്പ് വന്നിരുന്നു. പക്ഷെ ഞാൻ അവിടെ പോയി ആ സ്ഥലത്ത് നിന്ന്, ഞാൻ മാത്രമല്ല മറ്റ് കൗൺസിലർമാരും ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ നിന്നത് ഏതാണ്ടൊരു 12 മണിക്കൂറിനകം അത് പരിഹരിക്കാനായിട്ട് സാധിച്ചു. 3 ദിവസം എന്നുള്ളത് നമുക്ക് 12 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചു. അതായത് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൽ വളരെ പെട്ടെന്ന് ഇടപെടുക എന്നുള്ളൊരു സമീപനമാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അന്ധകാരത്തോടിന്റെ ഒരു പ്രശ്നം, ഞാൻ പ്രസാദനോട് അന്ന് ചെണ്ട കൊട്ടിയപ്പോൾ പറഞ്ഞതാണ്. അത് ചെണ്ട കൊട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതാണ്. ചെണ്ട കൊട്ടി സ്വീകരിച്ചു നമ്മൾ. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയാം, അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുള്ള സംഭവമായിരുന്നു. അത് മുനിസിപ്പാലിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ആനേനെ തന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും? അത് ടൂറിസ്റ്റ് ഡെവലപ്മെന്റിന് ഉപയോഗിക്കാന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ പല വഴിക്ക് ആലോചിച്ചിട്ടും അതിൽ ബോട്ട് ഓടിക്കാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി ബോട്ട് ഓടിക്കാൻ ശ്രമിച്ചാൽ എത്ര പേര് ആ ബോട്ടിൽ കയറും എന്നുള്ളത് നമുക്കറിയില്ല. അതിലൂടെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് ഒരു ബാധ്യതയായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം എല്ലാ വർഷവും മിനിമം 25 ലക്ഷം രൂപ അത് ക്ലീനിങ്ങിന് വേണ്ടി മുനിസിപ്പാലിറ്റി ചെലവാക്കണം. അപ്പൊ ഞങ്ങൾക്കൊരു കീറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും അവിടെ കിട്ടിയത് ഒരു വെല്ലുവിളിയായിട്ട് ഞങ്ങൾ കാണുന്നു. നഗരസഭ ജനങ്ങളെ ആകർഷിക്കുന്ന ചെലവ് കുറഞ്ഞ ചില നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ട് നമ്മുടെ തിരുവാങ്കുളത്തുള്ള നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു സജഷൻ, ഫ്ലോട്ടിംഗ് ഗാർഡൻ അവിടെ വെക്കാം. ഫ്ലോട്ടിംഗ് ഗാർഡൻ നിരന്തരമായിട്ട് ഒരു സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈ എന്താ പറയാ, നമ്മുടെ ഈ കാട് പിടിക്കുന്നത് അവസാനിക്കും. അതാണ് പ്രധാന ഉദ്ദേശം. പിന്നെ ജനങ്ങൾ നിരന്തരം വന്നു പോകുമ്പോഴും അത് സംഭവിക്കും. പിന്നെയുള്ളത് നമ്മുടെ വഴിയോര കച്ചവടത്തെ കുറിച്ചിട്ടും നമ്മുടെ ജയന്തന്റെ സ്ഥിരം ഒരു പരാതിയാണ് നമ്മൾ ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ ചില നിയമപ്രശ്നങ്ങളും കൂടെ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മിനി ബൈപ്പാസിലെ കയ്യേറ്റങ്ങളെല്ലാം അവസാനിപ്പിച്ചു. പക്ഷെ നമ്മുടെ വെൻഡിങ് കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരം പാലത്തിന്റെ ഇറക്കത്തില് തെക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലം വെൻഡിങ്ങിന് വേണ്ടി ഈ വഴിയോര കച്ചവടത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് അനുവദിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഈ അത്തച്ചമയത്തിന് ശേഷം ബാക്കിയെല്ലാം വഴിയോര കച്ചവടം എന്നുള്ളതല്ല, കയ്യേറ്റങ്ങൾ മുഴുവനും ഒഴിവാക്കും. അത് നഗരഹൃദയത്തിലായാലും മറ്റ് പ്രദേശങ്ങളിലായാലും. റോഡുകളുടെ കാര്യം പലപ്പോഴും പലതിനും വഴി കേൾക്കുന്ന ഞങ്ങളാണ്. PWDയിലെ നമുക്കറിയാം പല റോഡുകളും PWDയുടെയാണ് തൃപ്പൂണിത്തുറയിലെ ഈ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ. അപ്പൊ അതിലെ ഒരു സ്ലാബ് പോയി കഴിഞ്ഞാൽ അത് ശരിയാക്കേണ്ട ഉത്തരവാദിത്വം PWDക്കാണ്. PWD ഞങ്ങൾക്ക് അനുവാദം തന്നാൽ വെരി നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ സ്ലാബ് ഇട്ടത് പൂർത്തീകരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കയ്യേറി അത് ചെയ്യാനായിട്ട് സാധിക്കില്ല. കുറെ സ്ഥലങ്ങൾ മെട്രോയുടെ കയ്യിലാണ്. പക്ഷേ സാധാരണ ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും സമീപിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ പരിമിതമായിട്ടുള്ള ഞങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് നിരവധി കാര്യങ്ങളോട് വിശദീകരിക്കാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് തന്ന ഈ എന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് തുറയുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. അല്ല, സ്റ്റാച്യൂല് സമര പരിപാടിക്കല്ലേ, അത് വ്യത്യാസമുണ്ട്. അല്ലല്ല, അത് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് സമരപരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് വളരെ അത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ് പലയിടത്തും പങ്കെടുക്കുക എന്നുള്ളത്. കാരണം നാടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അതിൽ പങ്കെടുക്കേണ്ടത് ഈ ഒരു സാധാരണ, ഞാനിപ്പോ ക്ഷണിച്ചില്ലെങ്കിലും അതിൽ പങ്കെടുക്കും, അതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കും. ഞാൻ പറയുന്നത് ഇപ്പോൾ തുറയുടെ സമ്മേളനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ഔദ്യോഗികമായിട്ടൊരു പരിപാടിയിൽ എന്നെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ വിളിച്ചതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഒരു വിസിൽ ബ്ലോവർ ആയിട്ടാണ് ഇപ്പോൾ തുറ പ്രവർത്തിക്കുന്നത്. വിസിൽ ബ്ലോവർ എന്ന് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഓണത്തിനുള്ള ചില പരിപാടികളിലേക്ക്
ഞാൻ പറയുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ അതിന് എനിക്ക് യാതൊരു മടിയോ നാണമോ ജാള്യമോ ഒന്നുമില്ല. അവർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നടപ്പാക്കണ്ട. അവർ പറഞ്ഞതുകൊണ്ട് ഇത് ഞാൻ ആലോചിച്ചതല്ലേ, പിന്നെ അവരും കൂടെ എന്തിനാണ് പറയുന്നത് എന്നുള്ള ബുദ്ധിമുട്ടും പ്രയാസവുമില്ല. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, യാതൊരു എന്താ പറയാ ഈഗോ എന്ന മറ്റു വാക്കിൽ വേണമെങ്കിൽ പറയാം, ഇല്ലാതെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. അപ്പോൾ എന്ത് നിർദ്ദേശങ്ങൾ വേണമെങ്കിലും, ഏത് നിർദ്ദേശങ്ങൾ വേണമെങ്കിലും ക്രിയേറ്റീവും കൺസ്ട്രക്റ്റീവുമായിട്ടുള്ള ഏത് നിർദ്ദേശങ്ങളും ഏത് സമയത്തും സ്വീകരിക്കാനായിട്ട് ഈ നഗരസഭ തയ്യാറാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ ആസൂത്രണ സമിതിയിലെ അംഗവും കൂടിയാണ് പ്രസാദേട്ടൻ. അവിടെ പ്രസാദേട്ടന് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. എന്തായാലും അതിന്റെ മീറ്റിംഗ് ഉടനെ കൂടുന്നതാണ്. ഞങ്ങളിപ്പോൾ ഓരോ 3 മാസവും അതിന്റെ മീറ്റിംഗ് കൂടണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. പലപ്പോഴും പല പ്രയാസങ്ങളും കൊണ്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വാർഡ് സഭയുടെ കാര്യത്തിലായിരുന്നു. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.